അങ്ങനെ പഞ്ചാബും ചെന്നൈയെ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. ചെന്നൈ ഇത് എന്ത് ഭാവിച്ചിട്ടുള്ള ഒരു പോക്കാണെന്ന് ഇതിലായിട്ടും ഒരു എത്തും പിടി കിട്ടുന്നില്ല. നിങ്ങൾ ചെന്നൈ ആരാധകരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പറഞ്ഞ ചെന്നൈ ടീമിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ, അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത്, കാരണം നിങ്ങൾക്ക് ഫാൻസിനാകുമ്പോൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ ടീമിന്റെ കാര്യങ്ങളൊക്കെ അറിയാം. അപ്പം മാറ്റങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റിലൊന്ന് രേഖപ്പെടുത്തും. നമ്മളത് നോക്കുമ്പോൾ നമുക്കൂടെ ഓക്കെ ഇന്നതാണ് അതിന്റെ ഒരു ഐഡിയ എന്നുള്ളത് നമുക്കൂടെ മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെന്നൈ ആരാധകരുണ്ടെങ്കിൽ എന്തൊക്കെയാണ് പ്രശ്നം എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്താൽ നമുക്ക് പറ്റുവാണെങ്കിൽ അതൊരു വീഡിയോ ആയിട്ട് പിന്നീട് അത് ചെയ്യാനും കഴിയും. അപ്പൊ എന്തായാലും ഇവിടെ ഈ പറഞ്ഞ ഞാൻ പറഞ്ഞിട്ട് ചെന്നൈയുടെ കയ്യിൽ ഇരുന്നൊരു കളിയായിരുന്നു അല്ലെ. പഞ്ചാബിന്റെ ബാറ്റിംഗ് സമയത്ത് 8 ഓവറിൽ 83-ന് 5 വിക്കറ്റ് എന്നുള്ള നിലയിൽ നിന്നാണ് അവസാനം ഈ പറഞ്ഞ അവർ അടിച്ചു കൂട്ടിയത്. ശരിക്കും പറഞ്ഞത് ചെന്നൈ ബോളേഴ്സിന്റെ ഒരു വീഴ്ച തന്നെയല്ലേ. അപ്പം ചെന്നൈ ബോളേഴ്സ് കുറച്ചുകൂടി ഉത്തരവാദിത്തം കാണിക്കണം എന്നുള്ളത് തന്നെയാണ്. പ്രധാനമായിട്ട് ഇങ്ങനെ ഒരു സ്കോർ ചേസ് ചെയ്യുമ്പം കാണിക്കേണ്ടത് ഇന്റന്റ് ആണ്. ആ ഒരു ഇന്റന്റ് കാണിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ എത്ര റൺ എടുത്തോ ഇല്ലേ എന്നുള്ളതല്ല. രോഹിത് ശർമ്മ അതാണ് മറ്റുള്ളതൊന്നും. ചിലപ്പോൾ ചെറിയ സ്കോർ ആയിരിക്കാം, പക്ഷെ എന്തുകൊണ്ട് വ്യത്യസ്തപ്പെടുന്നു അല്ലെങ്കിൽ വ്യത്യസ്തമുള്ളവനാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്റന്റ് ആണ്. പിന്നെ അത് സ്ക്രിപ്റ്റ് ചെയ്ത് വെച്ചേക്കുന്ന പോലെ ബൗളിംഗ് ചേഞ്ചസുകൾ കൊണ്ടുവരുന്ന ഒരു രീതിയാണ്. കാരണം ഇപ്പൊ വിക്കറ്റ് പോയാലും പോയില്ലെങ്കിലും ആ പ്ലാനിങ്ങിൽ നിന്ന് ഒരു ശതമാനം അങ്ങോട്ടും ഇങ്ങോട്ടും മാറത്തില്ല. സാഹചര്യത്തിന് അനുസരിച്ചിട്ട് ബോളിംഗ് ചേഞ്ചുകൾ വരുത്താനുള്ളൊരു ശ്രമം ഈ പറഞ്ഞ CSK കൊണ്ടുവരണമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ അവസാന 2 ഓവറിലേക്ക് ചെന്നൈ കളി നീട്ടിവെക്കുന്ന ഒരു സ്വഭാവമുണ്ട്. കാരണം ബാക്കിയുള്ള 18ാമത്തെ ഓവർ വരെയും അടിക്കത്തും എടുക്കത്തും ഒന്നുമില്ല. അവസാന 2 ഓവറിലായിരിക്കും. അതിപ്പം അവസാന 2 ഓവറിൽ 90 റണ്ണാണെങ്കിലും അവസാന 2 ഓവറിൽ 50 റണ്ണാണെങ്കിലും 30 റണ്ണാണെങ്കിലും ഈ 2 ഓവറിൽ അടിക്കാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ ധോണിയുടെ ആ ഒരു കാഴ്ചപ്പാട് പണ്ടത്തെ രീതിയിലൊക്കെ ആണെങ്കിൽ ആ ഒരു സമയത്ത് നിങ്ങൾ അവസാന ഓവറിലേക്ക് കൊണ്ടെത്തിക്കുന്നു, ബോളർക്ക് പ്രഷർ ഉണ്ടാകുന്നു. ആ പ്രഷർ മുതലെടുത്തിട്ടാണ് ധോണി ഈ പറയുന്ന പോലെ ഫിനിഷ് ചെയ്തിട്ടുള്ളത്. അപ്പം ഈ കാലഘട്ടത്തിലും അത് അങ്ങനെ തന്നെ നടക്കണമെന്നല്ലേ. ഇപ്പോഴത്തെ പിള്ളേരെന്നൊക്കെ പറഞ്ഞാൽ തീയാണ്. തീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ബോളേഴ്സ് അത്രയും അഗ്രസീവായിട്ട് തന്നെയാണ് പന്തെറിയുന്നത്. അവർക്ക് അങ്ങനെ പേടിയും കാര്യങ്ങളും ഒന്നുമില്ല. അല്ലെങ്കിൽ ലെജൻഡ് ആണ്, വലിയ പ്ലെയർ ആണ്, അങ്ങനെയുള്ള റെസ്പെക്റ്റോ കാര്യങ്ങളോ ഒന്നും അവർ ഈ പറയുന്ന പോലെ സ്പിരിറ്റ്, ആ ഒരു ഗെയിം സ്പിരിറ്റിനകത്ത് അവരൊന്നും കാണിക്കത്തില്ല. നിങ്ങൾ ഒരു 4 നമ്മളെ അടിച്ചു കഴിഞ്ഞാൽ അടുത്ത ബോൾ എങ്ങനെ വിക്കറ്റ് എടുക്കാം എന്നുള്ള വാശിയായിരിക്കും ഓരോ താരത്തിനുള്ളത്. അപ്പം അവസാന ഓവറിലോട്ട് കൊണ്ട് എത്തിക്കാണ്ട് അതിന് മുമ്പ് തന്നെ അടിച്ചു തുടങ്ങുന്നത് കുറച്ചോ നല്ലതായിരിക്കും. ഒരു 14 അതുപോലെ റൺ എടുക്കാനുണ്ടെങ്കിൽ ഒരു 14-15 ഓവറൊക്കെ മുതൽ തന്നെ അടിച്ചു തുടങ്ങുക എന്നുള്ളതാണ്. കഴിഞ്ഞ മത്സരത്തിൽ, മുംബൈയുടെ മത്സരത്തിൽ ഹർദിക് പാണ്ഡ്യ കാണിച്ച ഒരു ഇന്റന്റ് പോലെ ഒരാൾ വന്നിട്ട് ആ ഒരു സമയത്ത് കയറി പൂശുക എന്നുള്ളതാണ്. അല്ലാണ്ട് ഈ പറഞ്ഞല്ലേ ഞാനൊരു 6 അടിച്ചു, ഓക്കെ ഇനി അടുത്ത തന്നെ ഇപ്പൊ ലൂസ് ബോൾ വരുവാണെങ്കിൽ മാത്രം അടുത്ത അടിക്കുക എന്നുള്ള ചിന്തയല്ലാണ്ട് അടുത്തത് നല്ല ബോൾ ആണെങ്കിൽ കൂടി അത് 6 അടിക്കാൻ കഴിയണം. അവിടെയാണ് ഒരു വിജയം നമുക്ക് നേടാൻ കഴിയുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ നിങ്ങൾ രേഖപ്പെടുത്തുക. DRS മലയാളം എന്നുള്ള നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മൾ എൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു റിവ്യൂ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ പറ്റുവാണെങ്കിൽ അതോടെ ഒന്ന് കയറി വാച്ച് ചെയ്യുക. കണ്ടന്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.